കഴിഞ്ഞ വീഡിയോയിൽ ബാങ്കോക്കിൽ നിന്നും ലാവോസിൻ്റെ ക്യാപിറ്റലായ വിയന്റൈനിലെത്തിയതും പിന്നീടുള്ള 2 ദിവസത്തെ കാഴ്ചകളും നിങ്ങൾ കണ്ടല്ലോ. അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ വിയന്റൈനിലെ നോർത്തേൺ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഇവിടെ നിന്നും ഒരു മിനിവാനിൽ എനിക്ക് ലാവോസിൻ്റെ പഴയ ക്യാപിറ്റലായിരുന്ന ലുവാങ് പ്രഭാങ്ങിലേക്ക് പോകണം. എനിക്ക് പോകാനുള്ള വണ്ടിയാണ് ഈ കാണുന്നത്. ഇന്നൊരു പകൽ മുഴുവനും ഇതിലാണ് എൻ്റെ യാത്ര. ഈ നാട്ടുകാരായ സാധാരണക്കാർ മാത്രമാണ് ഇത്തരം സർവീസുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ വളരെ കുറച്ച് മാത്രം സഞ്ചാരികളും. മിനിവാനിൽ എനിക്ക് കിട്ടിയതാവട്ടെ ഏറ്റവും പുറകിലെ സീറ്റും. അങ്ങനെ വണ്ടി പുറപ്പെട്ടു. വിയന്റൈനിൽ നിന്നും ഏകദേശം 8 മണിക്കൂർ കൊണ്ട് ഈ മിനിവാനിൽ എനിക്ക് ലുവാങ് പ്രഭാങ്ങിൽ എത്താൻ പറ്റും. ഇവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട പലരും ഞാൻ ലുവാങ്ങിലേക്ക് മിനിവാനിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയത്തോടെയാണ് എന്നെ നോക്കിയത്. ഒരുപാട് മലയും കുന്നുമൊക്കെ കയറി പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൂടെ 8 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുന്നത് ഈ നാട്ടുകാർക്ക് അത്ര താല്പര്യമില്ല, പ്രത്യേകിച്ചും വിയന്റൈനിൽ താമസിക്കുന്നവരായ ലാവോസുകാർക്ക്. ഇപ്പോൾ ചൈനയുടെ സഹായത്തോടെ നിർമ്മിച്ച ഹൈസ്പീഡ് ട്രെയിൻ സർവീസാണ് അവർക്കൊക്കെ താല്പര്യം. ഈ മിനിവാൻ ആദ്യം 1.5 മണിക്കൂർ ഓടിയതും ചൈനീസ് സഹായത്തോടെ നിർമ്മിച്ച ഹൈവേയിലൂടെയാണ്. ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡ്രൈവർ ഒരിടത്ത് വണ്ടി നിർത്തി. ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകാനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനും ഒക്കെയാണത്. അവിടെ ഒരു ചെറിയ കടയിൽ ഉണക്കിയ ഇറച്ചിയും മറ്റു പലവിധ സാധനങ്ങളും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വണ്ടി വീണ്ടും ഓടാൻ തുടങ്ങി. ഇപ്പോൾ പോകുന്നത് വാൻ വിയങ് എന്ന ലാവോസിൻ്റെ മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൂടെയാണ്. ഈ യാത്ര ഞാൻ റോഡ് മാർഗമാക്കാനുള്ള കാരണം സഞ്ചാരം എന്ന പ്രോഗ്രാം തന്നെയാണ്. ലുവാങ് പ്രഭാങ്ങിലേക്കുള്ള യാത്ര റോഡിലൂടെ ആയാൽ അതുവഴി ലാവോസിൻ്റെ ഗ്രാമങ്ങളൊക്കെ കാണാമെന്നുള്ള ഐഡിയ എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ചാടി മറിഞ്ഞ് ഗ്രാമങ്ങളിലൂടെ വണ്ടി പിന്നെയും പാഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് കിട്ടിയത് ഏറ്റവും പിന്നിലത്തെ സീറ്റ് ആയതുകൊണ്ടും പുറത്ത് നല്ല പൊടി ആയതുകൊണ്ടും ഗ്ലാസ്സൊക്കെ അടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ അത്രയ്ക്ക് സൗകര്യമില്ലാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് എനിക്ക് മുന്നിലത്തെ സീറ്റിലിരുന്ന ഈ നാട്ടുകാരനായ ഒരാൾ ദൈവത്തെ പോലെ എൻ്റെ മുന്നിലെത്തിയത്. ഈ കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെ പാഞ്ഞു പോയതോടെ അയാൾക്ക് വൊമിറ്റിംഗ് വന്നതും അയാൾ ആ വിൻഡോ വലിച്ചു തുറന്നു. നല്ല കാറ്റ് കിട്ടിയതോടെ അയാളത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിട്ടത് എനിക്ക് അനുഗ്രഹമായി. ഇപ്പോൾ എനിക്ക് എല്ലാം നന്നായി കാണാം. വീണ്ടും ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരിടത്ത് വണ്ടി നിന്നു. ലുവാങ്ങിലേക്ക് പോകുന്ന വണ്ടികൾ ഒരു പാഴ്സൽ സർവീസ് കൂടെയാണെന്ന് തോന്നുന്നു നമുക്ക്. പോകുന്ന വഴിയൊക്കെ പച്ചക്കറികളും ബൈക്കും എന്ന് വേണ്ട പലവിധ സാധനങ്ങളും ആളുകൾ ഇതിൽ കൊടുത്തയക്കും. അതൊക്കെ പോകുന്ന വഴിക്ക് ഡെലിവറി ചെയ്താണ് ഡ്രൈവറിൻ്റെ പോക്കും. വണ്ടി പിന്നെയും ഓടി തുടങ്ങി.
മലകളും കുന്നുകളുമൊക്കെ കയറി ഏകദേശം എത്താറായപ്പോൾ പിന്നെ കാണുന്നതൊക്കെ റബ്ബർ മരങ്ങളാണ്. എൻ്റെ നാടായ കോട്ടയത്തെ ഏതോ ഉൾപ്രദേശങ്ങളിലൂടെ പോകുന്ന പോലെയാണ് എനിക്കിപ്പോൾ തോന്നിയത്. ഒടുവിൽ ഏകദേശം 5 മണിയോടെ ലുവാങ്ങിലേക്ക് എത്തി. ഒരു ടുക് ടുക് പിടിച്ച് നേരെ ഹോട്ടലിലേക്ക്. ഞാൻ വേഗം ഫ്രഷായി പുറത്തേക്കിറങ്ങി. ഇവിടെയും നൈറ്റ് മാർക്കറ്റ് വളരെ പ്രധാനമാണ്, അതൊന്ന് കാണണം. പിന്നെ ലുവാങ്ങിലെ റിവർ സൈഡിലെ കാഴ്ചകൾ കാണാനായി നടപ്പായി. ലുവാങ് പ്രഭാഗം മേക്കോങ് എന്ന നദിയുടെ കരയിൽ തന്നെയാണുള്ളത്. മേക്കോങ് എന്ന നദിക്ക് ലാവോസിൻ്റെ ജീവിതത്തിൽ ഇത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് അപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. ക്യാപിറ്റലായ വിയൻറ്റൈനും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ ലുവാങ് പ്രഭാഗമെല്ലാം മേക്കോങ്ങിൻ്റെ തീരത്താണ്. ഒരു 10 മണിയോടെ ഞാൻ റൂമിലേക്ക് പോയി. നീണ്ട മിനിവാൻ യാത്രയുടെ ക്ഷീണം, നന്നായി ഒന്ന് ഉറങ്ങണം. പിറ്റേന്ന് രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റ് ഞാൻ വേഗം പുറത്തിറങ്ങി. ഇവിടെ വളരെ ഫേമസ് ആയ ഒരു സംഭവം എന്നും രാവിലെ നടക്കാറുണ്ട്. അത് കാണാനാണ് ഈ പോകുന്നത്. മോർണിംഗ് ആംസ് എന്ന് വിളിക്കുന്ന ബുദ്ധ സന്യാസിമാർക്ക് ഭക്ഷണ സാധനങ്ങൾ ഭിക്ഷയായി കൊടുക്കുന്ന ഒരു ആചാരമാണിത്. ലുവാങ്ങിലെ ഈ പരിപാടി ലോക പ്രശസ്തമാണ്. റോഡ് സൈഡിലെ നടപ്പാതയിൽ ചെറിയ സ്റ്റൂളുകൾ ഇട്ടിരിക്കുന്നു. ആളുകൾക്ക് ഇരിക്കാനാണ് അവിടെ. കൂടെ സന്യാസിമാർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളും വെച്ചിട്ടുണ്ട്. കുറച്ച് ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മുമ്പൊക്കെ ഈ നാട്ടുകാർ ചേരുന്നത് ഇന്നിപ്പോൾ ഒരു ബിസിനസ്സായി മാറി. സഞ്ചാരികളായ ആളുകൾ പണം നൽകി ഈ ഇരിപ്പിടങ്ങളിൽ സ്ഥാനം പിടിച്ചു ഇതൊക്കെ ചെയ്യും. ഈ നാട്ടുകാരായ ആളുകൾ അവരിൽ നിന്നും ഒരു തുക വാങ്ങി ഈ ഇരിപ്പിടങ്ങളും സന്യാസിമാർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളുമൊക്കെ റെഡിയാക്കി നൽകി അവരെ കൊണ്ട് ചിട്ടയായ രീതിയിൽ അതൊക്കെ ചെയ്യിക്കും. ഞാൻ പോയ ദിവസങ്ങൾ ചൈനീസ് ന്യൂ ഇയർ ആയിരുന്നുവെന്ന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ എത്തിയിരിക്കുന്നവരിൽ ഭൂരിഭാഗവും ചൈനീസ് ആളുകളാണ്. ടൂർ ഗൈഡുകൾ അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ഈ നാട്ടുകാരായ ചില സ്ത്രീകൾ ആവശ്യമായ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ഏകദേശം 5:45 ആയപ്പോഴേക്കും സന്യാസിമാരുടെ വരവായി. അവർ വരിവരിയായി നടന്നു വരുന്നു. ആളുകൾ സ്റ്റൂളിലിരുന്ന് ഓരോരോ സാധനങ്ങളായി അവരുടെ പാത്രത്തിലേക്ക് ഭക്തി പുരസ്സരം ഇടുന്നു. ഇടയ്ക്ക് ചില സാധുക്കളായ ആളുകൾ ഒരു കൂടയുമായി കാത്തു നിൽക്കും. ഈ വീഡിയോയിൽ കാണുന്ന കുട്ടിയെപ്പോലെ. സന്യാസിമാർ അവർക്ക് കിട്ടിയതിൽ ഒരു പങ്ക് ആ പാവങ്ങൾക്ക് കൊടുത്തിട്ട് പോകും. ഞാൻ ലുവാങ് പ്രഭാഗിലുള്ള ഈ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രമേൽ മനോഹരമായ ഒരു കാഴ്ചയോടെ ഒരു ബർത്ത്ഡേ മുമ്പൊരിക്കലും ഞാൻ ആരംഭിച്ചിട്ടുണ്ടാവില്ല. ഏകദേശം 8 മണിയോടെ ഞാൻ വീണ്ടും മേക്കോങ് നദിയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തിരിച്ച് ഹോട്ടലിലേക്ക് നടന്നു. അങ്ങനെ നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഒരു ബൈക്ക് ഹയർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇന്നൊരു ദിവസം മാത്രമേ ഇനി ലുവാങ്ങിലുള്ളൂ. കണ്ടു തീർക്കാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ആദ്യം ഒരു മനോഹരമായ വാട്ടർഫോൾ കാണാൻ പോകണം. പക്ഷേ അത് ഇവിടെ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ തീർച്ചയായും എനിക്കൊരു ബൈക്ക് ആവശ്യമായി വരും. അങ്ങനെ ഒരു ബൈക്ക് ഹയർ ചെയ്ത് ഞാൻ അവിടെ എത്തി. ഈ നാട്ടുകാർ റോഡിൻ്റെ വലതുവശം ചേർന്നാണ് വണ്ടി ഓടിക്കുക. നമ്മുടെ നാട്ടിലേതിന് വിപരീതമായ രീതിയിൽ. ആദ്യമാണ് ഞാൻ ഈ സ്റ്റൈൽ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അല്പം ബുദ്ധിമുട്ടി. ടിക്കറ്റ് കൗണ്ടറിലെത്തി 25,000 കിപ്പ് കൊടുത്തൊരു ടിക്കറ്റ് എടുത്തു. പിന്നെ അവരുടെ വണ്ടിയിൽ അല്പദൂരം. എൻട്രൻസിൽ നിന്നും അല്പദൂരം നടക്കാനുണ്ട്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ കരടികളെ റെസ്ക്യൂ ചെയ്ത് പാർപ്പിച്ചിരിക്കുന്ന ഒരു സെൻ്ററുണ്ട്.
ഞാൻ അവിടെ കൂടെ ഒന്ന് കയറി. ഇവരെയൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി എത്രയും പെട്ടെന്ന് വാട്ടർഫോളിലേക്ക് പോകണം. നമ്മൾ വാൾപേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളത് പോലൊരു വാട്ടർഫോൾ 3 തട്ടുകളിലായി പാൽ നിറത്തിൽ താഴേക്ക് ഒഴുകി ഇറങ്ങുന്നു. ഏറ്റവും താഴെയായി തെളിഞ്ഞ നീല നിറത്തിൽ പൂൾ പോലെ ഒരു ഭാഗവും. ഞാൻ ഇതുവരെ കണ്ടതിൽ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണിത്. ഈ വാട്ടർഫോളിൻ്റെ മുകൾ ഭാഗത്തേക്ക് നടന്നു കയറാൻ ഒരു വഴിയുണ്ട്. അതിലെ മുകളിലെത്തിയപ്പോൾ മറ്റൊരു ലോകമായിരുന്നു അവിടെ. ഒരു 12 മണിയായപ്പോൾ ഞാൻ തിരിച്ചു പുറപ്പെട്ടു. വീണ്ടും ടൗണിലെത്തി അവിടെ നിന്നും ഓപ്പോസിറ്റ് സൈഡിൽ 30 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കേവ് കാണാൻ പോയി. പാക്കാവ് എന്ന വില്ലേജിലെത്തി മേക്കോങ് നദിയുടെ മറുകരയിലുള്ള ചെറിയ കുന്നിലാണ് ഈ കേവ്. ഞാൻ ചെല്ലുമ്പോൾ ഒരു ചെറിയ വള്ളം പോവാൻ നിൽക്കുന്നു. ടിക്കറ്റ് എടുത്ത് വേഗം അതിൽ കയറി. ഏകദേശം 4000-ലധികം ചെറിയ ബുദ്ധരൂപങ്ങളുണ്ട് ഇന്ന് ഈ ചെറിയ കേവിൽ. 8-ാം നൂറ്റാണ്ടിലാണ് ഈ കേവ് കണ്ടെത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ അക്കാലത്ത് ബുദ്ധിസം ലാവോസിൽ അത്ര പ്രചാരത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേവ് ഈ നാട്ടുകാർ പുഴയെ ദൈവമായി കണ്ട് ആരാധിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ ഈ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാർ അവരുടെ ദേശീയ മതമായി ബുദ്ധിസം സ്വീകരിച്ചു. എല്ലാ വർഷവും ന്യൂ ഇയർ ദിനത്തിൽ രാജാവും മറ്റു ജനങ്ങളും ഇവിടെ വരികയും ബുദ്ധപ്രതിമകൾ ഇവിടെ സ്ഥാപിച്ചു പോവുകയും ചെയ്തു. 100 കണക്കിന് വർഷങ്ങൾ തുടർന്നു പോന്ന ഈ ആചാരത്തിൻ്റെ ഭാഗമായാണ് ഇത്രയധികം ബുദ്ധപ്രതിമകൾ ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു ചെറിയ ഫീസ് കൊടുത്ത് ഞാനും ഒരു ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് നടന്നു കയറി.
കുത്തനെയുള്ള സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തുമ്പോൾ തന്നെ ആളുകൾ ക്ഷീണിതരാകും. വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് ഇവിടെ ആളുകൾക്ക് പ്രവേശനമുള്ളത്. ഞാൻ എത്തുമ്പോൾ തന്നെ സമയം വളരെ വൈകിയതുകൊണ്ട് ഇവിടെ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇനി തിരികെ മടങ്ങാം. തിരികെ പാക്കോ ഗ്രാമത്തിലെത്തി. ഇനി വീണ്ടും ബൈക്കെടുത്ത് ലുവാങ് പ്രഭാങ്ങിലെത്തണം. അവിടെ കാണാൻ ഇനിയും അധികം കാഴ്ചകളുണ്ട്. ലുവാങ്ങിൽ തിരികെ എത്തി പെട്ടെന്നൊന്ന് ഫ്രഷായി ഞാൻ അതിവേഗം മൗണ്ട് ഫൗസിയിലേക്ക് പോയി. മൗണ്ട് ഫൗസി എന്നത് 100 മീറ്റർ ഉയരമുള്ള ഒരു കുന്നാണ്. ഇത് ലുവാങ് പ്രഭാങ് ടൗണിന് നടുവിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 2 സൈഡിലും 2 നദികൾ, മേക്കോങ് റിവറും നംഖാൻ റിവറും. ലുവാങ് പ്രഭാങ്ങിൽ എത്തുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് മൗണ്ട് ഫൗസിയിലെ സൺസെറ്റ് എന്നാണ് ഞാൻ എവിടെയോ വായിച്ചത്. അത് മിസ് ചെയ്യാതിരിക്കാനാണ് ഞാൻ ഈ വൈകിയ വേളയിൽ ഇവിടേക്ക് ഓടിയെത്തിയത്. എന്നാൽ അവിടുത്തെ സൺസെറ്റ് കാഴ്ചയേക്കാൾ എന്നെ ഞെട്ടിച്ചത് അവിടെ അത് കാണാനായി ഓടിക്കൂടിയ ആളുകളുടെ എണ്ണം കണ്ടിട്ടാണ്. അവിടെ തടിച്ചുകൂടിയ ആളുകളെ ക്യാമറയ്ക്ക് മുന്നിൽ വരാതെ ഒഴിവാക്കിയാണ് ഞാൻ ഈ ദൃശ്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. അത് കാഴ്ചയുടെ രസം കൊല്ലുമെന്നുള്ളതിനാൽ എനിക്കത് ഒഴിവാക്കേണ്ടതായി വന്നു.
അങ്ങനെ മൗണ്ട് ഫാസിലെ കാഴ്ചകളും കണ്ട് ഞാൻ താഴേക്കിറങ്ങി. പിന്നെ ഒരിക്കൽ കൂടി നൈറ്റ് മാർക്കറ്റിൽ പോയി ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ടൗണിന് ചുറ്റും ഒരു ബൈക്ക് റൈഡ്. ഏകദേശം 10 മണിയോടെ ഞാൻ റൂമിലെത്തി സുഖമായി ഒന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ റെഡിയായി റൂം ചെക്കൗട്ട് ചെയ്ത് മിനിവാൻ വെയിറ്റ് ചെയ്ത് നിൽപ്പായി. 8 മണിക്ക് എത്തുമെന്ന് പറഞ്ഞവർ വന്നപ്പോൾ തന്നെ 8:30 ലാവോസിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, ഒരല്പം വൈകും. ലേറ്റ് ആയതോടെ എനിക്ക് മനസ്സിൽ ടെൻഷൻ വന്നു തുടങ്ങി. പോകുന്ന വഴിയൊക്കെ മോശമാണ്. ഇവർ പറയുന്ന കണക്ക് 3:30 മണിക്ക് വിയന്നയിൽ എത്തുമെന്നൊക്കെ ആണെങ്കിലും എനിക്കറിയാം അത് നടക്കില്ല എന്ന്. വൈകിട്ട് 7:40 നൊങ്കായിൽ നിന്നും ബാങ്കോക്കിലേക്കുള്ള എൻ്റെ ട്രെയിൻ. അതിനു മുമ്പ് ബോർഡറിലെത്തി 2 രാജ്യങ്ങളുടെയും ക്ലിയറൻസ് കിട്ടി സ്റ്റേഷനിലെത്തണം. നീണ്ട യാത്രയ്ക്കൊടുവിൽ വിയന്നയിലെത്തുമ്പോഴേക്കും നേരം 5 മണി കഴിഞ്ഞു. പിന്നെ ബോർഡറിലേക്ക്. ഒടുവിൽ ബോർഡർ കടന്ന് നൊങ്കായിലെത്തുമ്പോൾ എനിക്കുള്ള ട്രെയിൻ റെഡിയായി നിൽക്കുന്നു. ഈ ട്രെയിൻ രാവിലെ 5 മണിക്ക് ബാങ്കോക്കിലെത്തും. അങ്ങനെ 5 ദിവസം നീണ്ട എൻ്റെ ലാവോസ് യാത്രയ്ക്ക് അവസാനമാകുന്നു. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച മറ്റൊരു യാത്രയും മറ്റൊരു ബർത്ത്ഡേയും.